കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിന് പിന്നാലെ അർജുൻ ആയങ്കിയെ കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അർജുൻ, ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? ശ്രുതി, ഇപ്പോൾ അന്വേഷണ സംഘം 3 ദിവസത്തേക്കാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ചോദിച്ചിട്ടുള്ളത്. 3 ദിവസം കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യുകയും വിശദമായി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. ഇതിൽ പ്രധാനമായും കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ചോദിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തി എന്ന കേസും നിലവിലുണ്ട്. ഈ കേസിലും അടുത്ത ദിവസം തന്നെ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ചോദിക്കാനാണ് സാധ്യത. നേരത്തെ കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പടക്കം പൂർത്തിയാക്കി റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം എറണാകുളത്ത് നിന്നും കണ്ണൂരിലെത്തി അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 SHOമാരെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ തുടങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രവുമല്ല, നേരത്തെ ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന കേസിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ച് അർജുൻ ആയങ്കിയുടെ ജാമ്യം, മുൻകൂർ ജാമ്യം, അത് കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു എന്ന കേസിൽ എറണാകുളം റൂറൽ സൈബർ പോലീസും അർജുൻ ആയങ്കിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസിലും വരും ദിവസങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.